ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ഡ്രീം ഇലവനിൽ കുറച്ച് പേർക്ക് അറിയാത്ത കുറച്ച് ഹിഡൻ ഫീച്ചേഴ്സ് ആണ്. എല്ലാവർക്കും അറിയാത്ത ചിലപ്പോൾ ചില ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അറിയാം, ചില ഫീച്ചേഴ്സ് അറിയത്തില്ലായിരിക്കാം. പക്ഷേ എന്നാലും കുറച്ചാൾക്ക് മാത്രം അറിയുന്ന കുറച്ച് ഫീച്ചേഴ്സും ചിലർക്ക് അറിയാത്ത എല്ലാവരും അറിയട്ടെ, അതിനു വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇന്നത്തെ മത്സരം DC vs GT ഉണ്ട്. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ നിങ്ങൾക്ക് വേണേൽ ഇവിടെ ഈ ഒരു ബെല്ലൈക്കൺ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ ലൈനപ്പ് വരുന്ന സമയത്ത് നമുക്ക് മെസ്സേജ് വരും. ഇതുണ്ടല്ലേ? അപ്പം നമുക്ക് പെട്ടെന്ന് മറ്റേ പി മറ്റേ ആ ട്യൂണുണ്ടല്ലോ അത് വരും. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ ഒരു സംഭവം ഉണ്ട്, നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്തിടാൻ പറ്റും. 2 നോട്ടിഫിക്കേഷൻ ഉണ്ട്. അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ പറഞ്ഞ പോലെ എല്ലാ IPL മത്സരങ്ങളും, ഈ T20 മത്സരങ്ങളും എല്ലാത്തിനും, ഈ ഒരു ഇന്ത്യൻ പ്രീമിയർ ലീഗ് എല്ലാ IPL മത്സരത്തിൻ്റെയും മെസ്സേജ് വരുന്നതാണ്. രണ്ടാമത്തെ ഇന്നത്തെ മാച്ചിൻ്റെ മാത്രമാണ്. അപ്പോൾ അത് യൂസ് ചെയ്യാത്തവരാണെങ്കിൽ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ വേറെ ഒരു ഓപ്ഷൻ ഉണ്ട്, മുകളിലൊരു ബോളറിന് ഇത് കണ്ടില്ലേ, ഓഫ് ഓൺ എന്നൊക്കെ. ഇത് നമുക്ക് ആക്റ്റീവ് മോഡ് എന്ന് പറയും. ഇത് ഇനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ചെറപറ നമുക്ക് കോൺടെസ്റ്റ് ജോയിൻ ചെയ്യാൻ പറ്റും. ഇത് കണ്ടില്ലേ? ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ക്വാണ്ടിറ്റി വൈസ് ഇപ്പോൾ ഒരു 10 ക്വാണ്ടിറ്റി ആണെങ്കിൽ 10 ക്വാണ്ടിറ്റി ഇട്ടിട്ട് ജോയിൻ കൊടുത്തു കഴിഞ്ഞാൽ ചടപടയെന്ന് 15 കോൺടെസ്റ്റ് ഒറ്റയടിക്ക് ജോയിൻ ആവും. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ്. അതാണ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസയൊക്കെ കൊടുക്കേണ്ട പരിപാടിയല്ലേ ഗൈസ്? ഒന്ന് നോക്കട്ടെ. ഇപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു 19 രൂപയുടെ ഈ ക്വാണ്ടിറ്റി നമുക്ക് 2 or 3 കിട്ടാം. ഇപ്പോൾ പൈസ ഇല്ല, ഇത് 7 രൂപ ബാലൻസ് ഉള്ള 3 ഇട്ടിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 3 വന്നിട്ട് ഒറ്റയടിക്ക് ഇവിടെ ജോയിൻ ആയിട്ട് 3 കോൺടെസ്റ്റ് ഇവിടെ വരും. അപ്പോൾ അങ്ങനെ നമുക്ക് ചില സമയങ്ങളിൽ ഈസി ആയിട്ട് പെട്ടെന്ന് കോൺടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് ഈ സംഭവം. ഇത് ഈ ഓണോ ഓഫോ ആക്കി ഇടാൻ പറ്റും. കണ്ടില്ലേ? അത് ഓക്കെ. അപ്പോൾ ആ ഒരു 2 ഫീച്ചർ ആയില്ലേ. ഇനിയിപ്പോൾ ഒരെണ്ണം കൂടെ ഞാൻ ഒന്നല്ല, ഇനിയും കുറച്ചും കൂടെ പറഞ്ഞുതരാം. അതിപ്പോൾ ഓരോന്നോരോന്ന് പ്ലാനിങ് ചെയ്തിട്ടൊന്നുമല്ല വീഡിയോ എടുക്കുന്നത്. നിങ്ങൾക്ക് ചില കോൺടെസ്റ്റൊക്കെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രൈസ് അറിയാം, പക്ഷേ അത് ഇങ്ങനെ നോക്കി പോകണം എന്ന് പറഞ്ഞ് ടൈം കളയാൻ വയ്യെങ്കിൽ ഇവിടെ ഫിൽറ്റർ ഓപ്ഷൻ ഉണ്ട്. ഇത് എല്ലാവർക്കും അറിയുന്നതല്ലടാ, നീ എന്തിനാ പറഞ്ഞു തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഗൈസ്. ഫിൽറ്റർ ഓപ്ഷനിൽ പോയിട്ടിപ്പോൾ 1 to 50, ഇപ്പോൾ അതിൽ സിംഗിൾ എൻട്രി ആ സ്പോട്ട് എത്ര ഉള്ളതാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. പറ്റും 2 സ്പോട്ടുള്ള ആൾക്കാരാണെങ്കിൽ 2 സ്പോട്ടിനാണെങ്കിൽ പെട്ടെന്ന് ഇടാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡ്രീം ഇലവനിൽ കോൺടെസ്റ്റ് ക്രിയേറ്റ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ അതിന് എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഈ കോൺടെസ്റ്റിൻ്റെ തൊടുക, അതിനുശേഷം ഇവിടെ എൻ്റർ കോൺടെസ്റ്റ് ഇൻവൈറ്റ് കോഡ്, അത് വേണമെങ്കിൽ അങ്ങനെയും കോൺടെസ്റ്റ് ആവാം. അതുപോലെ തന്നെ ഡിസ്കൗണ്ട് എൻട്രി ഉള്ളത് നമുക്കിവിടെ സ്പെഷ്യലി നമുക്ക് പെട്ടെന്ന് മെൻഷൻ ചെയ്ത് കാണിക്കാൻ പറ്റും. ഇതാണ്ടില്ലേ? അതുപോലെ തന്നെ പവർ പ്ലേയിൽ നമുക്ക് മറ്റേ ആ 2x പവർ പ്ലേ എന്നൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ അത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് കോൺടെസ്റ്റുകൾ ഏതാണെന്ന് വെച്ചാൽ അത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ ഇങ്ങനെ ഓരോ സംഭവങ്ങളുണ്ട്. ഇത് വെറൈറ്റി ആയിട്ടുള്ള കോൺടെസ്റ്റുകളൊക്കെ ഇവർ ഇറക്കുമല്ലോ, അതൊക്കെ ഇതിന് അടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ആരും ഇതിൻ്റെ അടിയിലോട്ട് വന്ന് നോക്കാറില്ല. അപ്പോൾ ഇതുവരെ നോക്കാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. കാരണം നിങ്ങൾക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിൽ തൊടുക, അടിയിലോട്ട് വരിക, നിങ്ങൾക്ക് ഏതാണോ വേണ്ടത്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കോൺടെസ്റ്റും ഫേവറേറ്റ് ആയിട്ടുള്ള കോൺടെസ്റ്റും അങ്ങനെയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വന്നത് നമുക്കിവിടെ ഒരു കോൺടെസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പോൾ കോൺടെസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എൻ്റെ കയ്യിൽ ഇപ്പോൾ 7 രൂപയാണല്ലോ ബാലൻസ് ഉള്ളത്. 7 രൂപ. ഓക്കെ, എത്ര ആൾ വേണം കോൺടെസ്റ്റിൽ? ഒരു 30 ആൾ വേണമെങ്കിൽ 30 ആൾ ഇടുക, ജോയിൻ കോൺടെസ്റ്റ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് കോൺടെസ്റ്റൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊന്നും ട്രൈ ചെയ്യാത്തതാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ എത്ര ഡിസ്കൗണ്ട് കൂപ്പൺ ഉണ്ട്, എത്ര ബാലൻസ് ഉണ്ടെന്നൊക്കെ നമുക്ക് നോക്കണമെങ്കിൽ ഈ റിവാർഡ് സെക്ഷൻ പോവാം. ഈ റിവാർഡ് സെക്ഷൻ പോയതിന് ശേഷം മൈ റിവാർഡ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. ഇവിടെ പോയി കഴിഞ്ഞാൽ അടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം നമ്മളെ ആക്റ്റീവായിട്ടുള്ള ടൂർ പാസും അതിൻ്റെ റിവാർഡ്സും കാര്യങ്ങളും കാണാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു ടൂർ പാസിൻ്റെ ലിമിറ്റ് ഇപ്പോൾ എനിക്ക് 120 രൂപ ബാലൻസ് ഉണ്ട്. 50% ഓഫർ 5 മാച്ചസിൽ എനിക്ക് കളിക്കാൻ പറ്റും. പെർ മാച്ച് 40 രൂപ വെച്ച് ലിമിറ്റേഷൻ വെച്ചിട്ട് എനിക്ക് കളിക്കാൻ പറ്റും. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ നമുക്ക് അങ്ങനെ ഈ സംഭവമൊക്കെ ഇവിടെ കാണാൻ പറ്റും. അതുപോലെ റിവാർഡ്സ് ഇതുവരെ മേടിക്കാത്തവരാണെങ്കിൽ നമുക്ക് ഈ 1200 രൂപ ഡ്രീം കോയിൻസ് കൊടുത്തിട്ട് നമുക്കിവിടെ മാച്ചിൻ്റെ പാസ് മേടിച്ച് കഴിഞ്ഞാൽ അടുത്ത 2 മത്സരങ്ങളിൽ T20 ഇപ്പോൾ ഇന്ത്യൻ T20 വേറെ മത്സരങ്ങളിലൊക്കെ നമുക്ക് കയറാൻ പറ്റും.
അപ്പോൾ നമുക്കത് ഈ ഡ്രീം കോയിൻസ് കൊടുത്ത് അത് മേടിക്കാൻ പറ്റും. അതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ചിലപ്പോൾ അതിന് മുന്നേ വരുമായിരിക്കും, അല്ലെങ്കിൽ അതിന് ശേഷം വരുമായിരിക്കും. അതിന് ശേഷം എന്തായാലും വരില്ല. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ കാണാം. ഓക്കെ, അപ്പോൾ ഇപ്പോഴാണ് പ്ലാൻ ചെയ്ത് വീഡിയോ ഇപ്പോൾ ഇടാം. അപ്പോൾ കുറച്ച് കാര്യങ്ങളായില്ലേ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടീം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമുക്ക് ഏത് ടീറ്റിൻ്റെയാണ് ഈ മാച്ചിനെ പറ്റി ഒരു ഐഡിയ ഇല്ലെങ്കിൽ കൂടെ ക്രിയേറ്റ് ടീം പോയതിന് ശേഷം ഈ സെലക്റ്റഡ് ബൈസായിട്ട് നിങ്ങൾ ആൾക്കാരെ മാക്സിമം സെലക്ട് ചെയ്യുക. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതാ ഇങ്ങനെ മാക്സിമം ഒരു 65 ഒക്കെ എബോവ് ഉള്ളവരെയൊക്കെ പിക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ തന്നെ ഏകദേശം പണി തീർന്നു കിട്ടും. ഇനിയിപ്പോൾ ഒരാളെ പിക്ക് ചെയ്യേണ്ടത്, ഇപ്പോൾ അത് നിങ്ങൾ കറക്കിയിട്ട് ആരെങ്കിലുമൊക്കെ കുത്തുക. അതിൽ മാക്സിമം ക്രെഡിറ്റ് കൂടുതലുള്ള അവന് ഇവിടെ ക്രെഡിറ്റ് ഏറ്റവും കൂടുതൽ നോക്കുക. ലാലിനാണ് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് ഉള്ളത്. അപ്പോൾ അവനെ പിടിച്ചിട്ടു. ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ ക്യാപ്റ്റൻസി ഇട്ട ആളെ നമ്മൾ വേണേൽ ക്യാപ്റ്റൻ ആക്കാം, അല്ലെങ്കിൽ വൈസ് ക്യാപ്റ്റൻ ആക്കാം, നിങ്ങളുടെ ഓപ്ഷനാണ്. ഏകദേശം ക്യാപ്റ്റനും വിസിയും ഒരു 25% രണ്ടാക്കും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ കൊടുത്ത ക്യാപ്റ്റൻ ആളെ VC ആക്കിയിട്ട് ഏറ്റവും കുറച്ച് ആളെ ക്യാപ്റ്റൻ കൊടുത്ത ആളെ 20% ആളെ ക്യാപ്റ്റൻ ആക്കുക. ഓക്കെ, അങ്ങനെ കുറച്ച് വെറൈറ്റി ഒക്കെ വരുത്തിക്കാൻ ഒരു ടീമായി. ഇപ്പോൾ ടീം കൂടാൻ ഞാൻ പഠിപ്പിച്ചു തന്നു. ഈസി ആയിട്ട് സിമ്പിളായിട്ടൊരു ടാറ്റിക്സ് വെച്ച് നിങ്ങൾക്കിവിടെ ടീം കൂടാൻ പറ്റി. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് നമുക്ക് ഡിസ്കൗണ്ട് കൂപ്പൺസ് ഒക്കെ ഇനി എപ്പോൾ വരും, അങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി എടുക്കണമെങ്കിൽ ഇതിൽ ഏതാ മോറിൽ പോയിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പോവുക. ടേംസ് ആൻഡ് കണ്ടീഷൻസ് പോയി കഴിഞ്ഞിട്ട് ഇവിടെ പ്രൊമോഷൻ ഉണ്ടാവും. ഓക്കെ, ഈ പ്രൊമോഷൻ്റെ ഏറ്റവും അടിയിൽ എൻഡിങ്ങിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ ഇനി വരാൻ പോകുന്ന ഡ്രീം ലെവലിൽ വരാൻ പോകുന്ന ക്യാഷ് ബോണസ് ഓഫേഴ്സ്, അതുപോലത്തെ ഓഫേഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഡിസ്കൗണ്ട് കൂപ്പണിൻ്റെ ഡീറ്റെയിൽസ്, അങ്ങനെ ഇനി വരാൻ പോകുന്നത് April 23 തൊട്ട് April 29 വരെ ഏപ്രിൽ ഡിസ്കൗണ്ട് പാസ് വരുന്നുണ്ട്. ഡ്രീമിൽ എലിജിബിൾ എന്താണ്, പെയ്ഡ് കോൺടസ്റ്റ് 5-10% ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. ഇതിലൊന്നും ഞാൻ ഓഫർ വായിച്ചു തരാനല്ലോ വന്നത്. അപ്പോൾ അങ്ങനെ ഓരോ ഓഫർ എന്താണ്, ക്യാഷ് ബോണസ്, ഡെപ്പോസിറ്റ് ഓഫർ ബോണസ് ഓഫർ ആ സാധനങ്ങളൊക്കെ വരും. നമ്മുടെ ഡ്രീമിൽ വന്ന് ക്യാഷ് ബോണസ് എടുത്ത് കളഞ്ഞിരിക്കുകയാണ് ഇവന്മാർ. നമ്മൾ ക്യാഷ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ക്യാഷ് ഡിസ്കൗണ്ട് കൂപ്പണായിട്ടാണ് ഇവർ തരുന്നത്. അങ്ങനെയാണ് പരിപാടി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ വേറെ എന്താ സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ ഡ്രീം ഇലവനിൽ ഇവിടെ കോൺടസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞു തന്നു, ജോയിൻ ചെയ്യാൻ പറഞ്ഞു തന്നു. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിൽ കൂടുതൽ എൻ്റെ അടുത്ത് ചോദിക്കരുത്. ബാക്കപ്പ് ഉണ്ട്. ബാക്കപ്പ് ഞാൻ പറഞ്ഞു തന്നില്ലല്ലേ. ഇതിൽ നമുക്ക് ഈ ബാക്കപ്പ് ഓപ്ഷനിൽ പോയിട്ട് ഏറ്റവും കൂടുതൽ ഇപ്പം നിങ്ങൾ ബാക്കപ്പിൽ ആരെയാണോ ഫസ്റ്റ് ഇടണേ അവനാണ് കയറി വരിക. സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് പ്ലെയർ ഉണ്ടെങ്കിൽ അവൻ കയറി വരും കേട്ടോ. അതപ്പോൾ 3 ആളെ ഞാൻ പിടിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ടീമിൽ ഇപ്പോൾ എക്സാമ്പിളിന് ഇപ്പം നമ്മൾ അസ്തർ പട്ടേൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നു. അപ്പോൾ നേരെ ട്രിസ്റ്റൻ സ്റ്റബ്സ് കയറി വരും. അസ്തർ പട്ടേൽ എന്നിട്ട് അസ്തർ പട്ടേൽ വന്ന് ബോൾ ചെയ്തു എന്നിരിക്കട്ടെ, ബോൾ ചെയ്ത് 4 വിക്കറ്റും എടുത്ത് 100 പോയിൻറ്റും കിട്ടി. അപ്പോഴും ട്രിസ്റ്റൻ സ്റ്റബ്സേ കയറി വരത്തുള്ളൂ. കാരണം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ആളിനെ മാറ്റി എന്തായാലും ഈ ഒരു B1 പ്ലെയർ അവിടെ പ്ലേസ് ആവും. അതേസമയം ഇപ്പോൾ പന്താണ് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് പോയത്, അവൻ പോയി, ആ ലൈനപ്പിലേ അനൗൺസ് ചെയ്തില്ല. അപ്പം നേരെ ആരാ കയറി വരിക? വൃദ്ധിമാൻ സഹയാണ്. കാരണം ട്രിസ്റ്റൻ സ്റ്റബ്സിന് കയറി വരാൻ വഴിയില്ല. സോ അതുകൊണ്ട് B1 B2 ആൾ കയറി വരും. ഇനിയിപ്പോൾ നിങ്ങൾ ഇതിൽ വിക്കറ്റ് കീപ്പേഴ്സെ സെലക്ട് ചെയ്തില്ല, പന്തും അവിടെ കളിക്കാനില്ല. അപ്പം എന്ത് ചെയ്യും? പന്തിൻ്റെ പോയിൻ്റ് തന്നെ, പന്തിന് 0 പോയിൻ്റ്, ആ 0 പോയിൻ്റ് തന്നെ നിങ്ങൾക്കും. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സ്പെഷ്യൽ ടിപ്സ് അല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ എന്തുമായിരുന്നു, കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, കേട്ടില്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ. ഗുഡ് ബൈ.